ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. ഇന്നൊരു അടിപൊളി ഒരു ഫേസ് പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനാണെങ്കിൽ ഓറഞ്ചിൻ്റെ പീല് ഉണങ്ങിയത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കുതിരാനായിട്ട് വെച്ചേക്കുക. അത് പെട്ടെന്ന് അങ്ങ് കുതിരും കേട്ടോ. ഉണങ്ങിയത് ഇങ്ങനെ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ചുട്ടുനീറ്റവും കാര്യങ്ങളൊന്നുമില്ല. അല്ലാതെ ഉണങ്ങി പൊടിച്ച് തേക്കുമ്പോഴാണ് ചുട്ടുനീറ്റം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ കടലയാണ്. നമ്മൾ സാധാരണ കറി വെക്കാൻ ഉപയോഗിക്കുന്ന കടല. ഞാൻ എൻ്റെ കടലമാവ് തീർന്നത് കൊണ്ടാണ് ഞാൻ ഈ കടല ഇങ്ങനെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതും വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. ഇതിന് അരയ്ക്കാനും വേണ്ടി പ്രത്യേകിച്ച് വെള്ളമൊന്നും എടുക്കുന്നില്ല. നമ്മുടെ ആ ഓറഞ്ചിൻ്റെ പീല് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചില്ലേ, ആ വെള്ളമാണ് എടുക്കുന്നത്. വേറെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചോറുണ്ടല്ലോ, 2 സ്പൂൺ ചോറ് ചേർക്കുന്നുണ്ട്. ഇത്രയും സംഭവങ്ങൾ ചേർത്താണ് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടും. പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിതിനകത്തേക്ക് കുറച്ച് കടല പോലെ നമ്മുടെ ഈ കാപ്പിപ്പൊടി ഉണ്ടല്ലോ, കാപ്പിപ്പൊടിയും ചേർക്കണം. പിന്നെ അതിലേക്ക് 1 സ്പൂണ് തൈരും ചേർക്കണം. ഇത്രയും സംഭവങ്ങളാണ് ചേർക്കേണ്ടത്. നമ്മൾ ഇത്രയും ചേർത്ത് ഫേസിൽ അപ്ലൈ ചെയ്യണം. ഇത് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചേക്കണം കേട്ടോ. എങ്കിൽ ഞാനിങ്ങനെ മിക്സ് ചെയ്തൊരു 1-2 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തത്. എന്നെങ്കിൽ നമുക്കൊന്നും കൂടെ അതിൻ്റെ ഒരു ഇരട്ടി ഗുണം കിട്ടത്തുള്ളൂ. എൻ്റെ ആ ഒരു കണ്ടൻ്റ് എല്ലാം കൂടെയൊക്കെ ഇറങ്ങി നല്ലൊരു മരുന്നിൻ്റെ എല്ലാം ഇതാവത്തുള്ളൂ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ല പിഗ്മെൻറ്റേഷന് ഒക്കെ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാറാനും ഡൾനെസ്സൊക്കെ ഒന്ന് മാറാനൊക്കെ സഹായിക്കുന്ന ഒരു പാക്കാണിത് കേട്ടോ. നമുക്കിത് ഡെയിലി ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഡെയിലി ചെയ്യാം. ഞാനിത് ഡെയിലി ചെയ്യത്തില്ല. കാരണം എനിക്ക് ഡെയിലി ചെയ്ത കടലമാവ് ഡെയിലി ചെയ്യുമ്പം എൻ്റെ ഫേസിന് ചെറിയൊരു അലർജി കണക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡെയിലി ചെയ്തില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്കുള്ള ദിവസങ്ങളിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ചെയ്യണമെങ്കിൽ ഡെയിലി ചെയ്യാം. ഇല്ല അല്ലാത്ത ദിവസങ്ങളിലാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ പീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നിറച്ച് വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫേസിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന അഴുക്കുകളൊക്കെ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ കടലമാവ് എണ്ണമയവും എണ്ണമെഴുക്കും ഒക്കെ മാറ്റാൻ സഹായിക്കും. പിന്നെ കാപ്പിപ്പൊടിയും തൈരും നല്ല ക്ലെൻസറാണ്. നമ്മുടെ ഫേസിൽ ഉള്ള ടാൻ നീക്കം ചെയ്യാനും എല്ലാം സഹായിക്കുന്ന ഒരു ഇതാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നതെല്ലാം. അപ്പോൾ ഇത് നമുക്കൊരു പെട്ടെന്നൊരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തേച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സൂപ്പർ ഒരു അടിപൊളി ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് യൂസിൽ തന്നെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. ഇത് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഫേസിൽ വെള്ളം നനച്ച് കഴുകിയതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. 20 മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം. നമ്മൾ റിമൂവ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ഹാർഡായിട്ട് ഉരച്ച് ഒന്നും എടുക്കരുത്. പതുക്കെ വെള്ളം കുതിർത്ത് നമ്മൾ കുറേശ്ശെ നീക്കുക. അതുകൊണ്ട് എൻ്റെ ഫേസിൻ്റെ മാറ്റം കണ്ടോ, നല്ല രീതിയിൽ ഗ്ലോ ആയിട്ടുണ്ട്. അപ്പം ഒരു ആദ്യത്തെ യൂസിൽ തന്നെയാണെങ്കിൽ പോലും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ പറ. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.